Hi friends, welcome to Sunny Thoughts. സർ സമീൻ, പൃഥ്വിരാജ്, കജോൾ, ഇബ്രാഹിം അലി ഖാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഖൈസ് ഇറാനി സംവിധാനം ചെയ്ത ചിത്രമാണ് സർ സമീൻ. സർ സമീൻ ഇന്നലെ OTT റിലീസായിരുന്നു. ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ തൊട്ട് അവൈലബിൾ ആണ്. സർ സമീൻ ഫോളോ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് ബോളിവുഡിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ഫോർമുലയാണ്. ദേശസ്നേഹം, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഫാമിലി ലൈഫ്. ഇവിടെയും ആ കഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. സിനിമയ്ക്ക് നമ്മുടെ ഇളയ തലപതിയുടെ ചിത്രം ഗോട്ടുമായി ഒരു ചെറിയ സിമിലാരിറ്റി പ്ലോട്ടിനുണ്ട് എന്ന് തോന്നിയാലും അതിൽ വലിയ അത്ഭുതമില്ല. കാരണം ഒരു ചെറിയ സിമിലാരിറ്റി പ്ലോട്ടുകൾ തമ്മിലുണ്ട്. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എന്നാൽ അത്ര വലിയ സർപ്രൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അല്ല. ആസ് ഐ സെറ്റ്, ഇത് നമ്മൾ ഒരുപാട് കണ്ടു മറന്നിട്ടുള്ളൊരു ഫോർമുല തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ദേശസ്നേഹം, ഇതിനിടയിൽ ഒരു പട്ടാളക്കാരന് ഫാമിലിക്ക് കൊടുക്കുന്ന പ്രയോറിറ്റീസ്, ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസ്, അതെങ്ങനെ ഒരു ദേശത്തിനെ ബാധിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളാണ് സർ സമീൻ പറഞ്ഞു പോയിട്ടുള്ളത്. जवाब दो हरमन। शर्म आती है ना तुम्हें? हाँ आती है। मैं जानता हूँ कि वो मुझे कमजोर समझते हैं। शायद वो मुझसे प्यार ही नहीं करते। एक बेटे को जितना भी प्यार अपनी माँ से मिले, वरना वो अपने बाप जैसा ही चाहता है। മേക്കിംഗ് എല്ലാം അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാം ഉണ്ട്. വലിയ ലാർജ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്യേണ്ട ഒരു പടമല്ല അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കേണലിൻ്റെ വേഷം നമ്മുടെ മലയാളികളുടെ പ്രിയതാരം പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു അന്യഭാഷയിൽ നിന്ന് വന്ന് ഒരു ഹിന്ദി ഒരു നടൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ലിമിറ്റേഷൻസ് അറിയാം. അത്തരം ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കജോൾ ഈസ് ആസ് ഓൾവേസ്, കജോൾ വരുമ്പോൾ അറിയാലോ, പെർഫോമൻസിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ മാലാണെങ്കിലും കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഇബ്രാഹിം അലി ഖാനാണ്. ഇബ്രാഹിം അലി ഖാൻ പ്രശസ്ത നടൻ സൈഫ് അലി ഖാൻ്റെ മകനാണ്. അദ്ദേഹം നല്ല ഒരു ഡെബ്യൂട്ടൻ്റ് എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം അങ്ങനെ ഭയങ്കര ഭീകര പെർഫോമൻസ് അല്ലെങ്കിലും മോശമാക്കിയില്ല. ഞാൻ കരുതിയ ട്രെയിലർ കണ്ടപ്പോൾ അത്ര അങ്ങോട്ട് സെറ്റാവാൻ സാധ്യമില്ലെന്ന് കരുതിയത്. പക്ഷേ പെർഫോമൻസ് വൈസ് പുള്ളി മോശമാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോളിവുഡിൽ പുള്ളിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മൂന്നുപേരും പ്രകടനത്തിൽ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. സിനിമയിലേക്ക് ഓവറോൾ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലീഷേ പ്ലോട്ട് തന്നെയാണ് ഒരു പരിധിവരെ മടുപ്പിക്കലിന് ഇടവരുത്തുന്നത്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. സിനിമ OTT റിലീസായിട്ട് വന്നത് ഒരു വിധത്തിൽ നന്നായി. കാരണം തിയേറ്ററിൽ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഞാൻ ഈ സിനിമയ്ക്ക് കണ്ടിരുന്നില്ല. കാരണം ജസ്റ്റ് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാച്ചബിൾ പടമാണ്. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രോർഡിനറി ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ചിലതെല്ലാം വർക്കായി, പക്ഷെ ചിലതൊന്നും വർക്കായില്ല. പിന്നെ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആയിട്ട് തോന്നി സിനിമയ്ക്ക്. കാരണം ആ ഒരു ക്ലൈമാക്സ് എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഓക്കെ ക്ലൈമാക്സ് ആണ്, അതേ ചെയ്യാനുള്ള പടത്തിൽ, അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല. സോ നിങ്ങൾക്ക് സർ സമീൻ കണ്ടു നോക്കാവുന്നതാണ്. ഒരിക്കലും ഒരു മോശം പടമല്ല, എന്നാൽ ഒരു എക്സ്പെക്ടേഷനിലൂടെ കാണാൻ പറ്റിയ ഒരു പടമല്ല. ഒരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും സർ സമീൻ എന്ന് പറയുന്നത്. പൃഥ്വിരാജിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ കണ്ടത്. ആസ് എ പെർഫോമർ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയിലാണ്. എന്നിരുന്നാലും പൃഥ്വിരാജിന് നല്ലൊരു ബ്രേക്ക് ത്രൂ അവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം സർ സമീനോടുകൂടി ആ ഒരു പുള്ളിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന സിനിമകളുടെ ഒരു ചിത്തപ്പേര് പോകുമെന്ന് കരുതി. പക്ഷേ ഇത് പുതിയ ചിത്തപ്പേരായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നല്ല പേര് കൊടുക്കാൻ ഇത് പോരാ. അതിന് ഇനിയും വേറെ ഐറ്റംസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു സിനിമയുടെയോ മറ്റെന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടെങ്കിൽ, ചിത്രം കണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. अपनों के खून से बढ़कर